Hey dears, Assalamu alaikum. Welcome back to my channel. ഞങ്ങൾ ഇന്ന് വീടൊക്കെ പൂട്ടിയിട്ട് ഒരു യാത്ര പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് വടകര സാൻഡ് ബാങ്ക് ബീച്ചിലോട്ടാണ് യാത്ര പോകുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മളെ യാത്ര. പിന്നെ നമ്മൾ ഈ പോകുന്ന സാൻഡ് ബാങ്ക് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുഴയും കടലും ഒന്നിക്കുന്ന ഒരു ഭാഗമാണ്. അത് നല്ല ഭംഗിയിൽ അവിടെ ഒരു പാർക്കും ബീച്ചൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇനി നമ്മൾ സാൻഡ് ബാങ്ക് ബീച്ചിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ അവിടെ എത്താൻ. നമ്മൾ ഇതാ സാൻഡ് ബാങ്ക് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഫുൾ സെറ്റപ്പിലാണ് നമ്മളെ പോക്ക്. പൈനാപ്പിൾ ഉപ്പിലിട്ടത് നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കൊതിപ്പിക്കുന്നതല്ല. ഇവിടെ വന്നാൽ ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്ക്. പേരും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് നമ്മൾ കയറുകയാണ്. നല്ല ഭംഗിയുള്ള പ്ലേസാണ്. ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ട് തന്നെയാണ് വന്നത്. കുറച്ച് നേരം ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെയാണ് പുഴ. ഫസ്റ്റ് ഞങ്ങൾ ഇവിടത്തേക്കാണ് വന്നത്. ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. പ്രെയർ ഹാളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളെ പ്ലേ ഏരിയ ആണിത്.
നമ്മളെ കാന്താരിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമായിന് ഇവിടെ. പിന്നെ നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് പോയി. തിരമാലകളെല്ലാം കാണുമ്പോൾ നമ്മളെ മറിയുവിന് ഭയങ്കര കൗതുകമായിരുന്നു, ഭയങ്കര കളിയായിരുന്നു അവള്. എന്തായാലും ഒരു ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സാൻഡ് ബാങ്ക് ബീച്ച് വടകര. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം കൂടി ഇരുന്നു. പിന്നെ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇവിടുന്ന് വരുന്നില്ല, അവിടെ നിലത്തിരിക്കുക, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അവസാനം എങ്ങനെയല്ലോ പിടിച്ച് വലിച്ച് ഞങ്ങൾ വണ്ടിയിലിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.